നമസ്കാരം. കൗമുദി ടിവിയുടെ ഈ ഓണം സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശരിക്കും ഓണം പ്രോഗ്രാം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് എത്തുന്നത് ഒരു ഫിലിം സ്റ്റാറോ അല്ലെങ്കിൽ സെലിബ്രിറ്റിയോ ഒക്കെ ആയിരിക്കും എന്നാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ടുള്ളത് ശരിക്കും ആർമി ഫോഴ്സിൽ ഒരുപാട് നാളത്തെ തൻ്റെ സേവനം അനുഷ്ഠിച്ച് അതിനുശേഷം ഇപ്പോൾ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലോട്ട് വന്ന്, അതായത് നമ്മുടെ പട്ടം SUT ഹോസ്പിറ്റലിൻ്റെ MD ആൻഡ് CEO ആയിട്ടുള്ള കേണൽ രാജീവ് മണാലിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ജയ രാജീവും നമ്മുടെ കൂടെ ഉണ്ട്. വെൽക്കം ടു ദി ഷോ. ശരിക്കും ഓണം എന്ന് പറയുമ്പോൾ ഒരുപാട് കാഴ്ചപ്പാടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഓണം എന്ന് പറയുമ്പോൾ ഒരു കാഴ്ചപ്പാടുണ്ട് അല്ലേ? അപ്പോൾ ശരിക്കും സാറിന് ഓണം എന്ന് പറയുമ്പോൾ എന്താണ് സാറിൻ്റെ ഒരു കാഴ്ചപ്പാട്? ഓണം നമ്മുടെ ഒരു ഐതിഹ്യമാണ്, ഒരു മിത്താണ്. ഒരു മഹാബലി എന്ന് പറഞ്ഞൊരു വളരെ നല്ലവനായ ചക്രവർത്തി രാജ്യം ഭരിച്ചിരുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് രാജ്യം ഭരിച്ചിരുന്നത്. അക്കാലത്ത് നാട്ടുകാരെല്ലാവരും ഒന്നുപോലെയായിരുന്നു എന്നൊക്കെ ചില സങ്കല്പങ്ങളാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. ആകാതിരിക്കാനാണ് സാധ്യത കൂടുതലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഈ സങ്കല്പങ്ങളിൽ ഊന്നി ഒരു ആഘോഷം ഉണ്ടാവുക. അപ്പോൾ എനിക്ക് ആഘോഷം എല്ലാം നല്ലതാണ്, ആഘോഷങ്ങൾ വേണം, ആഘോഷിക്കാൻ എന്തെങ്കിലും കാരണം കണ്ടെത്തണം, അത് നല്ലതാണ്. പക്ഷേ നൂറ്റാണ്ടുകളായിട്ട് മലയാളി ഓണം ആഘോഷിക്കുന്നുണ്ടെങ്കിൽ, ആ ഓണത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ, മഹാബലി എന്ന ചക്രവർത്തി വന്നു പോകുന്നു എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ ഭരണവും എന്നോ എവിടെയോ മലയാളി മനസ്സിൽ കയറിക്കൂടിയിരിക്കുന്നു. ഞാൻ ഓണത്തിനെ കാണുന്നത് ഒരു സദ്ഭരണത്തിൻ്റെ പ്രതീകമായിട്ടാണ്. മലയാളി ഒരു ഭരണത്തിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഭരണകൂടത്തിൽ നിന്ന് എന്ത് കാക്ഷിക്കുന്നുവോ അതിനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരാഘോഷമായിട്ടാണ് ഓണത്തിനെ കാണാൻ എനിക്ക് താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നത് ഈ ഓണം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഭരണകർത്താക്കളും ഇതിൽ നിന്ന് പല പാഠങ്ങളും, ഈ ആഘോഷത്തിൽ നിന്ന് പല പാഠങ്ങളും പഠിക്കണം, സദ്ഭരണം ഈ നാട്ടിൽ വരുത്തണം എന്നൊക്കെ കൂടെ ഒരു ആഗ്രഹത്തിൻ്റെ പ്രതിഫലനവും കൂടിയാണ് ഓണം എന്നെ സംബന്ധിച്ചിടത്തോളം. അതെ അതെ അത് തന്നെയാണ് എല്ലാവർക്കും എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. കാര്യം നമ്മുടെ പാട്ടിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ, മാവേലി നാട് വാണിടും കാലം. അതുപോലൊരു കാലമാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നോക്കി കാണുന്നത്. അപ്പോൾ ഓണത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഈ വർഷം ഓണത്തിൻ്റെ സെലിബ്രേഷൻ എങ്ങനെയൊക്കെയാണ്? ഇത്തവണ ഓണം പുറത്ത് ഒരു റിസോർട്ടിൽ റൂം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മുടെ മാറ്റങ്ങൾ വരുന്നത് വീട്ടിൽ ഭാര്യയും മക്കളെയൊന്നും ബുദ്ധിമുട്ടിക്കാതെ എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടൊരു ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു തീമായിട്ട് വരുന്നത്. അപ്പം അതുകൊണ്ട് ഒരു റിസോർട്ടിലാണ് ഓണം പ്ലാൻ ചെയ്തിരിക്കുന്നത്. സ്വസ്ഥമായിട്ട് ആരെയും ശല്യപ്പെടുത്താതെ ഒരു ഓണം ആണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കൂട്ടത്തിൽ മക്കളും സൗകര്യമുള്ളവർ വരിക, ഞങ്ങളുടെ കൂടെ കൂടുക, അങ്ങനെ ഓണം ആഘോഷിക്കുക. ഇതാണ് ഇത്തവണത്തെ ഒരു ചെറിയ പ്ലാൻ. യെസ്. അപ്പോൾ ഇത്തവണ ഇങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഇനി മുന്നേ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ ഓണത്തിന്? പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം പക്ഷേ ഇപ്പം അത്ര ബുദ്ധിമുട്ടില്ല, അങ്ങനെ ഒരു തീം ആയതുകൊണ്ടെന്നല്ലേ? ശരിക്കും ഈ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അത്തപ്പൂക്കളത്തിന് ശേഷം മനസ്സിലോട്ട് വരുന്ന സദ്യയാണ്. അപ്പോൾ സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള വിഭവം എന്താണ്? ആകെക്കൂടെ സദ്യ ഇഷ്ടമാണ് മൊത്തത്തിൽ. അതിൽ എല്ലാത്തിലും അതെല്ലാം കൂടി ചേരുന്നതാണല്ലോ സദ്യ. അപ്പോൾ സദ്യ എന്നുള്ളതാണ് താല്പര്യം. ബാക്കിയെല്ലാം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നായിട്ട് ചോദിക്കുകയാണെങ്കിൽ അതും ഇഷ്ടമാണ്. പക്ഷെ ആകെക്കൂടെയുള്ള അതിൻ്റെ ഒരു വിഭവം സമൃദ്ധിയും വിളമ്പലും അതൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. പായസം കൃത്യമായിട്ട് മാമിന് കൃത്യമായിട്ട് അറിയാം. ഓക്കെ. പായസം എത്ര ഉണ്ടെങ്കിലും കുടിക്കും, എത്ര കിട്ടിയാലും കുടിക്കും. അടിപൊളി. ഏകദേശം എല്ലാവരും അങ്ങനെയാണ്. ചിലർക്ക് പക്ഷേ തീരെ പറ്റില്ല, കുറച്ച് കുടിക്കുമ്പോൾ മധുരം എന്ന് പറയുന്നത് അങ്ങനെ. അപ്പോൾ ശരിക്കും ഈ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ SUT ഹോസ്പിറ്റലിലാണ്. അപ്പം ശരിക്കും ഈ ഹോസ്പിറ്റൽസിലൊക്കെ എപ്പോഴായിരിക്കും ഓണം ആഘോഷിക്കുന്നത്? എല്ലാ കമ്പനീസിലും ഒക്കെ ഉണ്ടാവുമല്ലോ ഓണാഘോഷം. അപ്പോൾ ഹോസ്പിറ്റലിൽ എപ്പോഴായിരിക്കും ആഘോഷിക്കുന്നത്? അവർക്ക് സമയം കിട്ടുമോ, ആഘോഷം ഉണ്ടോ എന്നൊക്കെ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട്. ശരിക്കും എങ്ങനെയാണ് SUT ഹോസ്പിറ്റലിൽ എങ്ങനെയാണ്? SUTയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട്. ആഘോഷം എങ്ങനെയെന്ന് വെച്ചാൽ ഉത്രാടത്തിൻ്റെ അന്നാണ് ഞങ്ങൾ ഓണം ആഘോഷിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ 3-4 കൊല്ലമായിട്ട് തിരുവാതിര കളി ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ ലേഡീസിൻ്റെ ഒരു
ഒരു ഓണക്കാഴ്ചയാണത്. അപ്പോൾ 10, 100, 150, 200 വരെയൊക്കെ പോകുന്ന സ്ത്രീജനങ്ങൾ ഒരുമിച്ച് ഒരു തിരുവാതിര കളിക്കാറുണ്ട്. അടിപൊളി. അപ്പം അതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ അന്നത്തെ ദിവസത്തെ. അതിനുവേണ്ടി ഇവരെല്ലാവരും കുറേയധികം സമയം അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടി ചിലവാക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതെല്ലാം ഒരു കൂട്ടായ്മയെ ചൂണ്ടിക്കാണിക്കുന്നതാണ്. ഈ ഓണം എന്നുള്ള ആഘോഷം തന്നെ ഒരു കൂട്ടായ്മയുടെ ആഘോഷമാണ്. അപ്പോൾ ആ തിരുവാതിരക്കളിയിൽ തുടങ്ങുന്ന ഓണം ഒരു കൂട്ടായ്മയുടെ പ്രതീതി ജനിപ്പിക്കുന്നു. അതും ആ ആഘോഷത്തിൻ്റെ അന്ന് മാത്രമല്ല, കാരണം പ്രാക്ടീസ് കുറേ ദിവസങ്ങൾക്ക് മുമ്പ് തുടങ്ങുകയാണ്. അപ്പോൾ ആ കൂട്ടായ്മയും കൂടെ ഇതിൽ ഒത്തുചേരുന്നു. ഇത്തവണ ആദ്യമായിട്ട് ഞങ്ങളൊരു പുലികളിയും കൂടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫും പുറത്തുനിന്ന് കുറച്ച് പുലികളിക്കാരും ഒക്കെ വന്നൊരു പുലികളി മേളം തന്നെ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം വടംവലി, അതുപോലെയുള്ള സാധാരണ ഓണവുമായിട്ട് ചേർന്നുള്ള പരിപാടികളൊക്കെ ഉണ്ട്. സദ്യയിൽ നിന്ന് വന്ന് അവസാനിക്കുന്നു. എല്ലാവർക്കും അന്ന് അവിടെയുള്ള എല്ലാവർക്കും സദ്യ ഉണ്ടാവും എന്നുള്ളത് തീർച്ചയാണ്. ശരിക്കും ഈ ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് എനിക്ക് കൺഫ്യൂഷൻ. എപ്പോഴാണ് ഇതിനൊരു ടൈം കണ്ടെത്തുന്നത്? ശരിക്കും ഫുൾ ടൈം വർക്കിംഗ് ആണല്ലോ ഹോസ്പിറ്റൽ, ഒരു അവധി ഇല്ലാന്ന് തന്നെ പറയാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഇത്തരത്തിലുള്ള സെലിബ്രേഷനൊക്കെ സമയം കണ്ടെത്തുന്നത്? ഇത് ഞങ്ങൾക്ക് മിക്കവാറും എല്ലാ ആഘോഷങ്ങൾക്കും ഞങ്ങൾ അതിനൊരു സമയം കണ്ടെത്താറുണ്ട്. ഇതിന് പല ഇതും, കാരണം വേദന അനുഭവിക്കുന്നവരാണ് രോഗികൾ കൂടുതലും. ആ വേദന കുറച്ച് നേരത്തെങ്കിലും ഒന്ന് മാറ്റാനും കൂടെ ഈ ആഘോഷങ്ങൾ സഹായകരമായിരിക്കുമെന്നാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പോൾ അതുകൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ, ഹോസ്പിറ്റലിൻ്റെ ഫങ്ഷനിങ്ങിനെ ബാധിക്കാത്ത വിധത്തിൽ സമയം കണ്ടെത്തി, സ്ഥലം കണ്ടെത്തി ഇത് ചെയ്യുന്നു. ശരിക്കും മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ഓണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിലെ സെലിബ്രേഷനെക്കാട്ടിലും കൂടുതലാണ് മറ്റെവിടെ പോയാലും. കാര്യം എല്ലായിടത്തും മലയാളികളുണ്ട്, സെലിബ്രേഷനൊക്കെ ഗ്രാൻഡാണ്. അപ്പോൾ ഇവിടുത്തെ ഓണമൊന്നും അല്ല ഓണം എന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. അപ്പോൾ ശരിക്കും ഈ മിലിറ്ററിയിലായിരുന്നപ്പോൾ ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു ഒരു ഡിഫറെൻറ്റ് പ്ലേസിൽ പോകുമ്പോൾ ഉള്ള ഓണം സെലിബ്രേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്ന്, കൻ്റോൺമെൻറ്റുകളിൽ ഓണം ആഘോഷിക്കാറുണ്ട്. അത് മലയാളികളുള്ള സ്ഥലങ്ങളിൽ. ഇപ്പോൾ എൻ്റെ റെജിമെൻറ്റ്, ഞാൻ കമാൻഡ് ചെയ്ത റെജിമെൻറ്റ് ഒരു ആർമഡ് റെജിമെൻ്റാണ്. അവിടെ മലയാളികളില്ലായിരുന്നു. 2 or 3 പേര് മാക്സിമം, അല്ലെങ്കിൽ 4 or 5 മാക്സിമം. അപ്പോൾ അവിടെ ഒരു കൂട്ടായ്മയായിട്ട് ആഘോഷിക്കാനുള്ളൊരു സ്കോപ്പ് അവിടെ ഇല്ല, മലയാളികളായിട്ട് ആഘോഷിക്കാൻ. അപ്പോൾ ഞങ്ങളെന്താ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ, അന്നത്തെ ദിവസം ഓഫീസേഴ്സിനെ, ബാക്കിയുള്ളവരെയൊക്കെ ഞങ്ങൾ ക്ഷണിക്കുമായിരുന്നു വീട്ടിലേക്ക്. അപ്പോൾ ഒരു സദ്യയുടെ ഒരു ഇൻട്രൊഡക്ഷനും ഓണത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞങ്ങളായിട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതൊരു ബ്രാൻഡിങ്ങും മാർക്കറ്റിങ്ങും ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഓണവും കേരളവും മലയാളിയുടെ മനസ്സുമൊക്കെ തുറന്ന് കാണിക്കുന്ന ഒരു സന്ദർഭം കൂടിയായിരുന്നു ഞങ്ങൾക്ക് ഓണം. ബ്രാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട്. അന്ന് ഈ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ഇതൊന്നും വന്നിട്ടില്ല. അതിനു മുമ്പ് തന്നെ നമ്മുടെ രാജ്യത്തെ ഞങ്ങളിൽ കൂടി കാണിക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നു. അപ്പോൾ ശരിക്കും ഈ സദ്യയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഇല്ലല്ലോ ഇങ്ങനത്തെ സദ്യ. അപ്പോൾ അവരുടെയൊക്കെ ആ ഒരു എങ്ങനെ ഉണ്ടായിരുന്നു, അവരുടെയൊക്കെ ആ ഒരു റിയാക്ഷനൊക്കെ? ഫസ്റ്റ് ടൈം വളരെ വളരെ സ്വീകാര്യമായിരുന്നു. സ്വീകാര്യത ഓണത്തിന് ഞങ്ങളിൽ കൂടെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒരു വാസ്തവം. ബനാന ലീഫിൽ കഴിക്കാൻ, കൈവച്ച് കഴിക്കാൻ അവർക്ക് താഴെ ഇരുന്ന് കഴിക്കാൻ പറ്റുന്നവരെ താഴെ ഇരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ ടേബിളിൽ ഇരുത്തി കഴിപ്പിക്കുക. പക്ഷേ ആ ഒരു ഓണത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. അപ്പം വളരെ കുറച്ച് പേരെ മലയാളികൾ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞില്ലേ ആ ഒരു ടൈമിൽ? ആ സമയത്ത് ഈ സദ്യയൊക്കെ നിങ്ങൾ തന്നെയാണ് പ്രിപ്പയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നത്? ഇദ്ദേഹത്തിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ കുറേ പേരുണ്ടാവും. അപ്പൊ അവരെ ഇൻസ്ട്രക്ട് ചെയ്ത് ചെയ്യിപ്പിക്കും. സഹായിക്സ് ഉണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയി. ഈ കൊല്ലം 20 ഡിഷസ് ഉണ്ടാക്കിയ അടുത്ത കൊല്ലം നമ്പർ ഓഫ് ഡിഷസ്. അങ്ങനെയാണ് ആ ചേഞ്ച് വന്നിരുന്നത് അല്ലേ? ഓക്കെ. ശരിക്കും ഈ ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു കുട്ടിക്കാലത്തെ ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ നാട്ടിൽ പോകുന്നു, കസിൻസിൻ്റെ കൂടെ കളിക്കുന്നു, അത്തപ്പൂക്കളം ഇടുന്നു. പക്ഷേ ഇപ്പം അതൊന്നും ഇല്ല, കാര്യം അതിന് സമയമില്ല. അപ്പോൾ ശരിക്കും ഈ കുട്ടിക്കാലത്തെ ഓണം എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ തലമുറകളെ പല പേരുകൾ കൊടുത്ത് വിളിക്കുന്നുണ്ടല്ലോ, ജെൻസി, മില്ലിനിയൽസ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം മകനിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞു തന്നത് അച്ഛനൊക്കെ ബേബി ബ്ലൂമേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലാണ് പെടുന്നത്.
വെച്ചാൽ വളരെ പഴയ ആൾക്കാരാണെന്നുള്ളത്. അതാണ് എൻ്റെ അർത്ഥം എൻ്റെ പറച്ചിലിന്. അപ്പോൾ ആ കാലത്ത് ഇതുപോലെ പൂക്കൾ വാങ്ങിക്കാൻ കിട്ടുമായിരുന്നില്ല. തോട്ടരികളിലും ഈ നാട്ടുമ്പുറത്തൊക്കെ ആണെങ്കിൽ തോട്ടരികളിലും കുളക്കരയിലും ഒക്കെ ഉള്ള ഈ പൂവ് പോയി പറിച്ച് കൊണ്ടുവന്ന്, പക്ഷെ അത് തന്നെ ഒരു ആവശ്യമാണ്. പോയി രാവിലെ പോയി പറിക്കുക, കൊണ്ടുവരിക, ഓണപ്പൂ ഇടുക, പിന്നെ ചെറിയ ചെറിയ വഴക്കുകളും ബഹളങ്ങളും. പിന്നെ നാട്ടുമ്പുറമാണെങ്കിൽ എപ്പോഴും അവിടെയൊക്കെ എല്ലാം ഈ ഓണത്തിനോടനുബന്ധിച്ചുള്ള ഓണക്കളികളുണ്ടാവും. അതുമെല്ലാം എൻജോയ് ചെയ്യുന്ന ഒരു ഇത്. ആ ഓണമൊന്നും ഇപ്പം ഇല്ല. ആ കാലം പോയിരിക്കുന്നു. ഇപ്പോൾ എല്ലാം ആർട്ടിഫിഷ്യലാണ്. പൂ വാങ്ങിക്കാൻ കിട്ടുന്നു, പൂ കൊണ്ടുവന്ന് ഇടുന്നു, അത് ഇട്ട് തരാൻ കൂടെ ആൾക്കാരുണ്ടാകുമായിരിക്കാം. പിന്നെ സദ്യ മെയ്റ്റ് ഓർഡറാണ്. അപ്പം അങ്ങനെയെല്ലാം ആ ഒരു മാറ്റം എല്ലാത്തിലും വന്നിരിക്കുന്നു. പക്ഷെ എന്നാലും ആഘോഷം ഇന്നും അതേ ആസ്വാദ്യതയുടെ ഗൃഹാതുരത്വത്തോടുകൂടി നിലനിൽക്കുന്നു. മാമിന് എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ? വളരെ മനോഹരമായ ഓർമ്മ. ഐ മീൻ വളരെ സ്വീറ്റ് മെമ്മറീസ് ആയിരുന്നു. ആൻഡ് അന്നൊക്കെ ലൈക്ക് നാട്ടിൽ പോവുക, അവിടെ ഗ്രാൻഡ് ഫാദർ ഉണ്ടാവും, ഗ്രാൻഡ് പേരൻസ്, അപ്പം പിന്നെ കുട്ടികൾ കസിൻസ് ഒക്കെ ആയിട്ട് തുള്ളിച്ചാടി കളിക്കാനും പിന്നെ ഇങ്ങനെ ഓണപ്പൂ ഇടാനും പൂ പറിക്കലും 10 ദിവസം 10 പൂക്കൾ ഇടുക. 10 ഡിഫറെന്റ് കിട്ടുന്ന പൂക്കളെല്ലാം ഇടുമായിരുന്നു. പിന്നെ ഊഞ്ഞാല് ആടുക, അത് ഒരു മെയിൻ കാര്യമാണ്. ആരെങ്കിലും ഏറ്റവും ഉയരത്തില് നമുക്ക് ആട്ടിത്തരണം, അതൊരു വലിയൊരു കാര്യം ആ ഒരു ടൈമിലല്ലേ. ശരിക്കും ഈ അത്തപ്പൂക്കളത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പൂക്കളൊക്കെ കളക്ട് ചെയ്യുമായിരുന്നു. ആ സമയത്ത് കിട്ടുമായിരുന്നു. അതായത് ഈ നമ്മളപ്പുറത്ത് പല വീടുകളിലൊക്കെ പോയി ചോദിക്കുമ്പോ എല്ലാരും തരൂ എന്നൊക്കെ. പറമ്പിൽ തന്നെ കുറെ ഉണ്ടാവുമായിരുന്നു. അതെ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ശരിക്കും നമ്മള് പൂ അപ്പുറത്ത് വീട്ടിൽ ചെന്ന് പറിക്കാന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. അങ്ങനെ വളരെ ലാർജ് ഏരിയ ആയിരിക്കുമല്ലോ, അപ്പൊ അവിടെ പല പല പൂക്കളും. അങ്ങനെ തുമ്പപ്പൂവും മറ്റു ഓണപ്പൂക്കളും, ഇപ്പൊ തുമ്പപ്പൂവൊന്നും കാണാനില്ല എന്നുള്ളത്. ഓണത്തിന്റെ മെയിൻ പൂക്കളൊന്നും ഇപ്പൊ ഇല്ല. വേറെ പൂക്കൾ വെച്ചാണ് നമ്മള് പൂക്കൾ ഇടുന്നത്. പിന്നെ പൂക്കൾ കിട്ടുന്നു എന്നുള്ളത് തന്നെ ഭാഗ്യം. കൂടുതലും പ്ലാസ്റ്റിക് പൂക്കളൊക്കെ വെച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് പോകുന്നത് പലപ്പോഴും. ശരിക്കും ഈ ഓണം ഇപ്പൊ ശരിക്കും അന്ന് കുട്ടിക്കാലത്ത് ആഘോഷിക്കും, ഇപ്പോ കൊച്ചുമക്കളൊക്കെ ഉണ്ടല്ലോ ആഘോഷിക്കുമ്പോ. അപ്പൊ അവരുമായിട്ടുള്ള ഒരു ഓണം സെലിബ്രേഷൻ എങ്ങനെയാണ്? അവര് ലൈക്ക് കുട്ടികൾ വളരെ ചെറുതാണ്. അത്തപ്പൂ ഒന്നുമില്ല, എല്ലാം ഇങ്ങനെ അതിന്റെ പുറത്തായിരിക്കും കളിക്കുന്നത്. അങ്ങനെയാണ്. ഈ കൊച്ചുമക്കൾക്ക് കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ടോ ശരിക്കും, ഈ ഓണം റിലേറ്റഡ് കഥകളും കാര്യങ്ങളും ഒക്കെ? ഇടയ്ക്ക് വല്ലപ്പോഴും. അവർക്കതൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഓക്കെ, പണ്ടത്തെ കണക്കല്ലല്ലോ ഇപ്പൊ കുട്ടികൾ. അതെ. ഈ ഓണത്തിന്റെ മറ്റൊരു കാര്യം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, എല്ലാ ഓണത്തിനും എന്തെങ്കിലുമൊക്കെ പുതിയ പുതിയ ഫാഷൻ വരും. ഇപ്പൊ ഈ വർഷം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാരിയിൽ തന്നെ മൽക്കോട്ടൻ സാരിയില് ഫാഷൻ ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ പണ്ടൊക്കെ ഇതുപോലെ തന്നെ ഓണത്തിന് ഇങ്ങനെ ഓരോ വർഷവും ഇങ്ങനെ സ്റ്റൈലൊക്കെ നോക്കുമായിരുന്നു ആ ഒരു സമയത്ത്? അന്ന് അങ്ങനെയൊന്നും ഇല്ല. ഇപ്പോഴാ എല്ലാ ഓരോ വർഷം കഴിയുന്തോറും പുതിയ പുതിയ ഇത് വരുന്നത്. അന്നൊന്നും അങ്ങനെ ഇല്ലായിരുന്നു, കസവും ഇതും അങ്ങനൊന്നും ഇല്ലായിരുന്നു. ശരിക്കും ഈ ഓണത്തിന് ഈ സദ്യ എന്ന് പറയുന്നത് പണ്ട് കാലം മുതൽ ഇപ്പോഴും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ പണ്ട് വീട്ടിലൊക്കെ ഓണസദ്യ ഉണ്ടാക്കിയിരുന്നൊക്കെ ഓർമ്മകളുണ്ടോ? എങ്ങനെയായിരുന്നു? അപ്പൊ കുറച്ചും കൂടെ എനിക്കൊന്ന് കൂട്ടുകുടുംബം ആയിരിക്കും അല്ലെ കുട്ടിക്കാലം ആവുമ്പോ? ആ ഒരു ടൈമിൽ ആ മെമ്മറീസ് ഒക്കെ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞ കണക്ക് വളരെ നല്ലതായിരുന്നു. അന്നത്തെ കണക്കുള്ളതൊന്നും ഇപ്പോഴും കാണാറേ ഇല്ല. ഇപ്പൊ എല്ലാം മേറ്റ് അല്ല റെഡി എല്ലാം കിട്ടുന്നുണ്ട്. ഇങ്ങനെ പണ്ടൊക്കെ എപ്പോഴും എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാകുന്നത്. ഞാൻ ആമിയിലായിരുന്നപ്പോ എല്ലാം വീട്ടിൽ തന്നെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത്. ഓക്കെ, സാറിന്റെ കുട്ടിക്കാലത്ത് എങ്ങനെ ഈ സദ്യ ഉണ്ടാക്കുന്നതിന്റെ ഒക്കെ ഓർമ്മകൾ, സഹായിക്കാനൊക്കെ പോവായിരുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം 2 വ്യത്യസ്ത ഓണങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്, അനുഭവിച്ചിട്ടുള്ളത്. ഒന്ന് എൻ്റെ അമ്മയുടെ തറവാട്ടിൽ. അത് ഒരു ഫ്യൂഡലിസത്തിൻ്റെ ഒരു പ്രതീകമാണ്. എന്നുവെച്ചാൽ കുറേ ആൾക്കാർ പണിക്കാരുണ്ടാവും, പക്ഷെ ഒരു ഫ്യൂഡലിസത്തിൻ്റെ നന്മയാണ് ഞാൻ അവിടെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അമ്മൂമ്മയാണ്, അന്ന് ഗ്രാൻഡ് ഫാദർ ഇല്ല. അപ്പോൾ അമ്മൂമ്മ ഒരു തനി മാട്രിയാക്ക് ആയിരുന്നു. ആദ്യം പണിക്കാർക്കെല്ലാം വിളമ്പി കൊടുത്തിട്ടേ ബാക്കി വീട്ടുകാർക്കുള്ളൂ. അതൊക്കെ ഇപ്പോൾ പറഞ്ഞു കേട്ടാൽ പോലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള സംഗതികളാണ്. അത് ചേർത്തല, എൻ്റെ നാട്, ഞാൻ ജനിച്ച നാട് ഉഴുവ, പട്ടണക്കാട്
അവിടുത്തെ ഓണമാണിത്. വീട്ടിൽ ഞങ്ങളുടെ സ്വന്തം വീട്ടിൽ വരുമ്പോൾ കൊച്ചി മട്ടാഞ്ചേരിയിലായിരുന്നു. അച്ഛൻ അറിയപ്പെടുന്നൊരു വക്കീലും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലെല്ലാം കമ്മ്യൂണിസ്റ്റ് മയമായിരുന്നു. ഈ ഫ്യൂഡലിസം ഇല്ല, ഒന്നുമില്ല. അവിടെ അച്ഛൻ അന്ന് ആ കാലത്ത് തോട്ടി തൊഴിലാളി യൂണിയൻ പ്രസിഡൻറ്റും കൂടെ ആയിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ തോട്ടി തൊഴിലാളികൾ വന്ന്, ഈ തോട്ടി എന്ന് വെച്ചാൽ നിങ്ങളൊന്നും കേട്ടിട്ടുണ്ടാവില്ല, ആർക്കെങ്കിലും ഇപ്പോൾ അറിയാമോന്ന് പോലും അറിയില്ല. മാനുവൽ സ്കാവഞ്ചിങ് ചെയ്തിരുന്ന ആൾക്കാരെയാണ് ഈ തോട്ടികളെന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. തകഴിയുടെ ഒരു ബുക്ക് പോലും ഉണ്ട്, തോട്ടിയുടെ മകൻ എന്നും പറഞ്ഞു. അപ്പോൾ അവർ സംഘടിപ്പിക്കുന്ന ഓണക്കളിയൊക്കെ ഉണ്ടായിരുന്നു. അവരാദ്യം വന്ന് അച്ഛൻ്റെ നിന്ന് ഒരു കൈനീട്ടമൊക്കെ വാങ്ങിച്ച് ഒരു ഓണക്കളിയൊക്കെ ഇവിടെ നടത്തിയിട്ടാണ് പോവുക. അപ്പോൾ 2 വ്യത്യസ്ത ഓണങ്ങളാണ് എൻ്റെ ഓർമ്മയിലുള്ളത്. ഒന്ന് അമ്മയുടെ നാട്ടിൽ തറവാട്ടിൽ, പിന്നൊന്ന് ഞങ്ങളുടെ വീട്ടിലും. രണ്ടിനും വ്യത്യസ്തങ്ങളായ ഓർമ്മകളാണ്. അതെ, അത് അതുപോലെ തന്നെ ആർമിയിലെത്തിയപ്പോൾ ഉള്ള ഓർമ്മകൾ അതെ ഭയങ്കര ഡിഫറെന്റ് ഓണം സെലിബ്രേഷൻസ് ആണ്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ ഇപ്പൊ പല തരത്തിലുള്ള ഓണം സെലിബ്രേഷൻ കണ്ടല്ലോ. ഇതിൽ ഏറ്റവും നല്ലത് ഇത് ഇപ്പൊ ചെയ്യുന്നതാണ് നല്ല, അല്ലെങ്കിൽ അന്നത്തെയാണ് നല്ല, ഏത് തരംതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു മാർക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഓണമാണ് ഏറ്റവും നല്ലത്? കുട്ടിക്കാലത്തെ ആണല്ലോ കുറേ കൊണ്ട് നൊസ്റ്റാൾജിയ ഉള്ളത്. അപ്പോൾ കുട്ടിക്കാലത്തെ ഓണങ്ങൾക്കാണ് കൂടുതൽ ഹൃദ്യത. ഇപ്പോൾ പിന്നെ കുറേ കൂടെ മെക്കാനിക്കലായി, പിന്നെ ഓർമ്മകളെ പുറകോട്ട് കൊണ്ടുപോകാനാണല്ലോ നമുക്ക് എപ്പോഴും താല്പര്യം. അപ്പോൾ അതുകൊണ്ട് ആ കാലത്തെ ഓണങ്ങളായിരുന്നു കുറേ കൂടെ നല്ലതെന്ന് തോന്നുന്നു. ശരിയേതാണ് തെറ്റേതാണെന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പറയാൻ പറ്റില്ല. അതെ, ഈ ഓണക്കോടിയെ പറ്റി ഇങ്ങനെ നമ്മൾ ഫാഷനെ പറ്റി പറഞ്ഞില്ലേ, ഈ ഓണക്കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ആദ്യമൊക്കെ ഇപ്പം എൻ്റെ ഓർമ്മ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ ശരിക്കും ഒരു വർഷം ഒരു ഡ്രസ്സ് കിട്ടുക എന്ന് പറയുന്നത് ശരിക്കും ഓണക്കോടി കിട്ടുന്നതായിരിക്കും മെയിനായിട്ട്. പിന്നെ ബർത്ത്ഡേക്കും. പിന്നെ ഇപ്പോൾ അത് മാറി, അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ ഈ ഓണക്കോടി അങ്ങനെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഓർമ്മയുണ്ടോ വളരെ സ്പെഷ്യലായിട്ട് തോന്നുന്നത്? അത് ഗ്രാൻഡ് പേരൻസ് ആണ് അവിടെ പിക്ചറിൽ വരുന്നത്. ഗ്രാൻഡ് പേരൻസിൻ്റെ നിന്ന് ആണ് ഓണക്കോടി സാധാരണ കിട്ടാറ്. അതിൽ അച്ഛനും അമ്മയ്ക്കും വലിയ റോൾ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നവരായിരിക്കും അവർ. പക്ഷേ ആ ഒരു സീനിൽ അവർ വരുന്നില്ലായിരുന്നു ഈ ഗ്രാൻഡ് പേരൻസൊക്കെ ഉള്ള കാലം. അപ്പോൾ ഓർമ്മകളിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഒരു നാട്ടിൻപുറം, പിന്നെ അവിടെ സ്നേഹനിധികളായ ഗ്രാൻഡ് പേരൻസ്, അച്ഛനും അമ്മയും അവർക്ക് കീഴിലായിട്ട് അവരുടെ കൂടെ വർത്തിക്കുന്ന വ്യക്തികളായിട്ട് അതൊരു കൂട്ടുകുടുംബത്തിൻ്റെ എല്ലാ നന്മകളും കണ്ടുകൊണ്ടിരുന്ന ഒരു ഓണം ആണ് മനസ്സിലെപ്പോഴും കൂടുതൽ തെളിഞ്ഞു നിൽക്കുന്നത്. ശരിക്കും മിലിറ്ററിയിലായിരുന്നപ്പോൾ ഒരുപാട് ട്രാവൽ ചെയ്യായിരുന്നല്ലോ. അതുപോലെ ഈ പറയുന്ന പോലെ ഓണം സെലിബ്രേഷൻ എപ്പോഴും നാട്ടിൽ വരാൻ പറ്റി എന്ന് വരില്ല. അപ്പോൾ ഒരുപാട് മിസ് ചെയ്തിരുന്നു. ശരിക്കും നാട്ടിൽ വന്ന് ഓണം സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് അന്നും ഉണ്ടായിരുന്നു. അതായത് പക്ഷേ ഈ പറയുന്ന പോലെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതുപോലെ നമ്മൾ ബ്രാൻഡിങ് ചെയ്യാറ് നേരത്തെ പറഞ്ഞ പോലെ, പക്ഷേ അതിനപ്പുറം നാട്ടിലോട്ട് വന്ന് സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ അന്ന് ഉണ്ടായിരുന്നു. ആഗ്രഹങ്ങൾ എപ്പോഴും മനസ്സിലുണ്ടാവും, വരണമെന്നൊക്കെ, പക്ഷെ മിക്കവാറും സാധിക്കാറില്ല. അപ്പോൾ അത് ഓഫീസേഴ്സിനേക്കാളും കൂടുതൽ ജവാൻസ്, അവർക്ക് പ്രത്യേകിച്ചും മദ്രാസ് റെജിമെൻറ്റിലോ മദ്രാസ് എഞ്ചിനീയർ റെജിമെൻറ്റിലാണെങ്കിൽ അവിടെ മലയാളികൾ കൂടുതലുണ്ട്. അല്ലാത്തടത്തൊക്കെ മലയാളികൾ ഒറ്റപ്പെട്ടു പോകുമ്പോൾ അവിടെ ഓണത്തിനൊന്നും വലിയ പ്രസക്തിയില്ല. അത് ഇതുപോലെ ഞാൻ പറഞ്ഞ മാതിരി പറഞ്ഞറിയിക്കേണ്ടി വരും ഓണം എന്താണെന്നുള്ളത്. അത് പറഞ്ഞറിയിക്കാൻ എപ്പോഴും സാധിച്ചെന്ന് വരാനും സാധ്യതയില്ല. അതുകൊണ്ട് ഓണം നമ്മളെവിടെയാണുള്ളത് അവിടെ ഓണം ആഘോഷിക്കുക എന്നുള്ളതാണ് കൂടുതലും. ഇത് വീട്ടിൽ പോകണം നാട്ടിൽ പോകണം എന്നൊക്കെ വിചാരിച്ചാലും നടക്കാത്ത സാഹചര്യങ്ങളായിരിക്കും ഇപ്പോൾ മിക്കവാറും ഉള്ളത്. ശരിക്കും ഈ പറയുന്ന പോലെ പലപ്പോഴും മിലിറ്ററിയിലൊക്കെ ആയിരിക്കുന്ന സമയത്ത് പലരും പറഞ്ഞേക്കുന്ന സെലിബ്രേഷൻസ് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സിറ്റുവേഷൻസ് വരാറുണ്ട് എന്ന്. അതായത് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പ്രോജക്റ്റിൽ എന്തെങ്കിലും വർക്കിലായിരിക്കാം, ആ സമയത്ത് ഈ സെലിബ്രേഷൻ എന്നുള്ളത് കംപ്ലീറ്റ്ലി മാറ്റി വയ്ക്കേണ്ടി വരുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ ഓണം കാലത്ത് അങ്ങനെ വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുള്ള? ആർമിയുടെ ഒരു പ്രത്യേകത എവിടെ ആണെന്ന് വെച്ചാലും എത്ര ബുദ്ധിമുട്ടുള്ള സിറ്റുവേഷൻ ആയാലും ആഘോഷങ്ങൾ ആഘോഷിക്കാൻ ഒരു പ്രത്യേക സാഹചര്യം അവിടെ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. ഈ ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്താണ് നമ്മളുടെ ഓണമാണ് ഓണം. ഇപ്പോൾ നോർത്ത് ഇന്ത്യനെ സംബന്ധിച്ചിടത്ത് 2 പ്രധാന ആഘോഷങ്ങളാണ് ഹോളിയും ദീപാവലിയും. വീട്ടിൽ പോകാൻ സാധിക്കാത്തവർ എല്ലാവരും കൂടി ഹോളിയും ഓണവും ദീപാവലിയും ഒക്കെ ആഘോഷിക്കാറുണ്ട്. അവിടെ ആ ഒരു കൂട്ടായ്മ എപ്പോഴും
വന്നുചേരുന്നത് കാണാം. വീട്ടിൽ പോകാൻ സാധിക്കാത്തവർ അതിന് മേക്കപ്പ് ചെയ്ത് ബാക്കിയുള്ളവരുമായിട്ട് സ്വന്തം കുടുംബം പോലെ കഴിയുന്ന ഒരു കാഴ്ചയാണ്. അപ്പോൾ ആർമിയിലൊരു പ്രത്യേകത ഉണ്ട്, എല്ലാം കൂട്ടായ്മയാണ്, ഒരു ക്യാമറഡറി അവിടെ കാണാം. ഏത് കാര്യത്തിലായാലും, ആഘോഷങ്ങളിലായാലും, യുദ്ധമുറകൾ പ്രാക്ടീസ് ചെയ്യുന്നതായാലും, ആക്ച്വൽ യുദ്ധ സിറ്റുവേഷൻ ആയാലും, ആ കൂട്ടായ്മ എപ്പോഴും ഒരുപോലെ നിലനിർത്തുന്ന ഒരു ഓർഗനൈസേഷനാണ് ആർമി. അതെ, ശരിക്കും അന്ന് പേരൻസിൽ നിന്ന് നിങ്ങൾക്ക് മാറി നിൽക്കേണ്ടി വന്നു ഇതുപോലുള്ള വർക്ക് റിലേറ്റഡ്. ഇപ്പം ഇങ്ങനെയാണ്, മക്കളൊക്കെ എവിടെയാണ്, എന്ത് ചെയ്യുന്നു, ഓണത്തിന് വരുന്നുണ്ടോ, എങ്ങനെയാണ്? ഓണത്തിന് മകളും ഫാമിലിയും വരുന്നുണ്ട്. മോനും ഫാമിലിയും മാൽഡീവ്സിലാണ് ഓണം ആഘോഷിക്കുന്നത്. അവരുടെ ഇത്തവണത്തെ ഓണം അവരുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ മാൽഡീവ്സിൽ ആഘോഷിക്കുന്നു. അതുപോലെ കുട്ടികളുടെ വെക്കേഷനും ആ സമയമാണല്ലോ. ആ സമയത്ത് ഓണത്തിന് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ട്രാവലിംഗ് പ്ലാൻസ് ഒക്കെ ഉണ്ടോ? ഇത്തവണ ഒന്നുമില്ല, ഇവിടെ തന്നെ. പിന്നെ ഈ SUT ഓണം മിസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഉത്രാടം എന്തായാലും ഇവിടെ ഉണ്ടാവണം. പിന്നെ പിന്നീടുള്ള ദിവസങ്ങളും പിന്നെ അവിടെ എന്നും ഈ ലൈക്ക് അത്തപ്പൂക്കളം ഇടില്ലേ? എല്ലാ ദിവസവും അത്തപ്പൂക്കളം ഇടും. അതെങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ്സിന് അസൈൻ ചെയ്യല്ലേ? എല്ലാത്തിലും ഒരു കൂട്ടായ്മയാണല്ലോ അതിന്റെ പ്രാധാന്യം. അതെ അതിലൊരു അതാണല്ലോ വലിയ ഈ വൺ ബെറ്റർ ദാൻ ദ അതർ. അങ്ങനെ ശരിക്കും ഈ ഒരുപാട് ഓണം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം നമുക്ക് വലിയൊരു ഓണം സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ പറ്റിയെന്ന് വരും. അങ്ങനെ ഏറ്റവും നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്ത ഒരു വർഷം അല്ലെങ്കിൽ ഒരു സെലിബ്രേഷൻ മനസ്സിൽ വരികയാണെങ്കിൽ ഏതായിരിക്കും? ഇപ്പോൾ SUT ഓണങ്ങൾക്കൊരു പ്രത്യേകത ഉണ്ട്. വലിയ തോതിലുള്ള ഓണമാണ് ഞങ്ങൾ ആഘോഷിക്കാറ്. അപ്പോൾ ഓണ ദിവസം അല്ലെങ്കിൽ പോലും നല്ല രീതിയിൽ SUT എല്ലാവരും ചേർന്ന് ഓണം ആഘോഷിക്കുന്നു. പിന്നെ ഓണത്തിൻ്റെ അന്ന് വീട്ടിൽ അവരവരുടെ വീടുകളിൽ നിന്നുള്ള. പക്ഷെ ഒരു ഞങ്ങൾ SUT ഫാമിലി എന്ന് തന്നെയാണ് പറയാറ്. SUT ഹോസ്പിറ്റൽ എന്ന് ഞങ്ങൾ തമ്മിൽ പറയാറില്ല. അപ്പോൾ ആ ഫാമിലിയുടെ ഒരു കൂട്ടായ്മ അവിടെ ഞങ്ങളുടെ ആഘോഷങ്ങളിലും കാണാം. ശരിക്കും മാമിനോടാണ്, ഈ സദ്യ ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് കറികളുണ്ടല്ലോ. അപ്പോൾ ഈ ഒരുപാട് കറികളിൽ ചില സമയങ്ങളിൽ നമ്മൾ അറിയാണ്ട് നമ്മൾ തന്നെ പരീക്ഷിച്ച് എന്തെങ്കിലും ഒരു കറി വന്നു എന്നിരിക്കും. പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. അങ്ങനെ സംഭവിച്ച എന്തെങ്കിലും കറിയുണ്ടോ, എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എപ്പോഴും എന്തെങ്കിലുമൊക്കെ മാറ്റി ഉണ്ടാക്കാറുണ്ട്. എന്തെങ്കിലും പേരൊക്കെ ഇട്ടിട്ടുണ്ടോ? അങ്ങനെ ഇത് ഇന്ന കറിയാണ്, അബദ്ധത്തിൽ പറ്റിയതായിരിക്കും, പക്ഷേ ഉണ്ണിമധുരം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ അതിനപ്പം തന്നെ ഒരു പേരിട്ട് എല്ലാ വർഷവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളമ്പാറുണ്ട് എന്നല്ലേ? അങ്ങനെ എന്തെങ്കിലും കഴിച്ച് അല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് കാണുമ്പോൾ ഞാൻ ചോദിക്കും ഇതെന്താണെന്ന് പറയുമ്പോൾ അപ്പോൾ എന്തെങ്കിലും ഒരു പേരും പറയും. പക്ഷെ പിന്നീട് മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ പേര് പിന്നെ വരാറില്ല. ഒറ്റ തവണ കേട്ടിട്ടേ ഉള്ളൂ എന്നല്ലേ? പക്ഷെ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും, വളരെ ആസ്വാദ്യകരമായിരിക്കും. കുക്ക് ചെയ്യാൻ എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അപ്പം ആമില്ലായിരിക്കുമ്പോഴും ഇങ്ങനെ നന്നായി കുക്ക് ചെയ്യുക, ലൈക്ക് ഡിഫറെന്റ് ഐറ്റംസ്, ന്യൂ ആയിട്ടുള്ളത് പരീക്ഷിക്കുക, ഇതൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമായിരുന്നു അല്ലേ? ഓക്കെ, ശരിക്കും എല്ലാ ഓണത്തിനും നമ്മൾ ഓണക്കോടി എടുത്തു കൊടുക്കുമല്ലോ. അപ്പോൾ ഈ ഓണക്കോടി എടുത്ത് കൊടുക്കുമ്പോൾ മനസ്സിൽ ആർക്കൊക്കെ കൊടുക്കണം എന്നാണ് എപ്പോഴും, എല്ലാ തവണയും ഒരാൾക്ക് മിസ് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ആർക്കായിരിക്കും എടുത്തു കൊടുക്കുന്നത്? അച്ഛനും അമ്മയ്ക്കുള്ള കാലത്ത് അച്ഛനും അമ്മയ്ക്കുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഓഫ്കോഴ്സ് മക്കളും, കൊച്ചുമക്കൾ. പക്ഷേ ഇപ്പോഴും എന്നും കൂടെയുള്ളവർക്ക്, അതായത് ഇപ്പോൾ ആർമിയിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഓർഡർലീസൊക്കെ ഉണ്ടായിരുന്നു, അവർക്കായിരിക്കും ആദ്യം കൊടുക്കുക. അതുപോലെ ഇവിടെ വന്നിട്ടിപ്പോൾ ഹോസ്പിറ്റലാണെങ്കിലും കൂടെ വർത്തിക്കുന്നവർക്ക് കൊടുക്കാനാണ് കൂടുതൽ താല്പര്യം തോന്നാറ്. ശരിക്കും നമ്മുടെ കേരളത്തിന് ഓണം പോലെ തന്നെ ഇപ്പോൾ ഒരുപാട് സ്റ്റേറ്റ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇല്ലേ? നമ്മുടെ ഓണം അവിടെ അവതരിപ്പിച്ചതല്ലാതെ ശരിക്കും അവിടുത്തെ എന്തെങ്കിലുമൊക്കെ സെലിബ്രേഷൻ ഓണത്തിന് തുല്യമായിട്ട് തോന്നിയ എന്തെങ്കിലും സെലിബ്രേഷൻസ് ഉണ്ടോ? ഓണത്തിന് സമാനമായിട്ട് ഓണം മാത്രമേ ഉള്ളൂ. ഓക്കെ, അതൊരു മലയാളി ആയതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കാം. പക്ഷേ ഓണത്തിൻ്റെ ഒരു വൈബ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ പറയാവുന്നത് ഹോളി, ഉത്തരേന്ത്യൻ ഇത് എല്ലായിടത്തും ആഘോഷിക്കുന്നതാണ്. ദീപാവലി. അപ്പോൾ ഹോളി കുറച്ചും കൂടി ഒരു അക്രമാസക്തമായ ഒരു സെലിബ്രേഷനാണ്. അവിടെ കുറച്ച് ബലപ്രയോഗങ്ങളൊക്കെ വരാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഓഫീസേഴ്സിനെ ആണെങ്കിൽ ജവാൻസിൻ്റെ കൂടെ കൂടുമ്പോൾ ഓഫീസേഴ്സിൻ്റെ അടുത്ത് ഒന്ന് എറിയുക എന്നൊക്കെ ഉള്ളൊരു ഏർപ്പാടുണ്ട്. അത് സ്നേഹപ്രകടനമാണ്. പക്ഷേ അങ്ങനെ പുള്ളിലോട്ട് മറിച്ചിട്ട് അങ്ങനെ ഒന്ന്
തുല്യത വരാനുള്ള ഒരു മാർഗം കൂടെയാണ്. അപ്പോൾ എടുത്തെറിയുക, എടുത്ത് പൊക്കി എറിയുക, അങ്ങനെ പല സംഗതികളും, എല്ലാം തമാശയാണ്. പിന്നെ ദീപാവലി ആണെങ്കിൽ കുറച്ചും കൂടെ സോബറാണ്, ഒരു പ്രാർത്ഥനകളും ഒക്കെ ഉള്ള, പക്ഷെ എന്നാലും വളരെ ആസ്വാദ്യകരമാണ്. അപ്പോൾ ഒന്നിന് വേറൊന്നിനോട് കമ്പയർ ചെയ്യാൻ ശരിക്കും സാധിക്കില്ല. ഓരോന്നിനും നമ്മുടെ നാട് ആഘോഷങ്ങളുടെ നാടാണ്, ഇഷ്ടംപോലെ ആഘോഷങ്ങളുണ്ട്. പക്ഷേ ആർമിയിൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഹോളിയും ദീപാവലിയും പിന്നെ പൂജയുടെ സമയവും, പ്രത്യേകിച്ചും ഗൂർഖ ബറ്റാലിയനിലും റൈഫിൾസ്, പല ഈ ഗഡ്വാൾ അങ്ങനെയുള്ള ചില റെജിമെൻറ്റ്സിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഈ പൂജ. ഇതൊക്കെയാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാഴ്ചപ്പാട്ടിൽ ഓണത്തിന് പകരം നിൽക്കാൻ വേറൊന്നുമില്ല. ശരിക്കും നമ്മൾ ഇപ്പോൾ അവിടെയുള്ള ആഘോഷങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഹോളി ആണെന്നുണ്ടെങ്കിലും കാര്യമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിലിപ്പോൾ ഹോളിയിൽ നമ്മൾ കളറ് വരിയെറിയുക, തേക്കുക, ഇതൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിനപ്പുറത്തേക്ക് വേറെന്തെങ്കിലും നമുക്ക് ശരിക്കും ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും? അല്ല, ഇതിന് പിന്നിൽ പലയധികം കഥകളുണ്ട്. പക്ഷെ ആ ഈ ഹോളി എന്നൊക്കെ പറഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യയിൽ പ്രത്യേകിച്ചും, എസ്പെഷ്യലി ജാട്ടുകളുടെ ഇടയിൽ, ഹരിയാനയിലും യു പിയിലും ഒക്കെയുള്ള, അവിടെ ഈ ഇന്നീക്വാലിറ്റി, ഇപ്പോൾ ജെൻഡർ ഇന്നീക്വാലിറ്റി ഒക്കെ മാറി ആ ഹോളിയുടെ സമയത്ത് വനിതകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ഭർത്താക്കന്മാരെയൊക്കെ എടുത്ത് താഴെ എറിയുന്ന സ്വഭാവങ്ങളുണ്ട് അവിടെ. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ജവാൻസിനോട് സംസാരിക്കുമ്പോൾ വീട്ടിൽ പോയാൽ അമ്മ എടുത്തെറിയും, ഭാര്യ എടുത്തെറിയും, അതുപോലെ എന്ന് വെച്ചാൽ ഇത് ശരിക്കും നടക്കുന്ന സംഭവമാണ്. അവിടെ ഒരു ശക്തി കൂടുതൽ കാണിക്കുന്നത് സ്ത്രീകളാണ്. ഓക്കെ. അപ്പോൾ ശരിക്കും ഈ ഓണത്തിന് നമ്മുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും സന്ദേശം പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ മഹാബലി ഭരിച്ചിരുന്ന കാലം തിരിച്ചു കൊണ്ടുവരണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ അത് കൊണ്ടുവരാൻ കുറേയധികം റെസ്പോൺസിബിലിറ്റി നമ്മൾ ഓരോരുത്തരും എടുക്കേണ്ടതുണ്ട്. സദ്ഭരണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, ശുദ്ധമായ ആഹാരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ നമ്മൾ ഓരോരുത്തരും വ്യക്തിഗതമായും ശ്രദ്ധിക്കേണ്ടതുണ്ട്. എല്ലാം വേറെ ആരെങ്കിലും ചെയ്തു തരുമെന്ന് വിചാരിക്കാതെ നമ്മുടെ ആഹ്ലാദം, നമ്മുടെ സമാധാനം നമ്മൾ തന്നെ കണ്ടെത്തുക, അത് കൂടുതൽ പരത്താൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ ഈ മഹാബലി ഭരിച്ചിരുന്ന നാടായിട്ട് കേരളത്തെ വീണ്ടും മാറ്റാൻ നമുക്ക് സാധിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അതിനായിട്ട് പ്രയത്നമാകട്ടെ നമ്മുടെ എല്ലാവരുടെയും ശ്രമം. അതെ, അത് തന്നെയാണ് എല്ലാവരുടെയും ആഗ്രഹവും. അതിന് നമ്മളും കൂടെ പ്രയത്നിക്കണം, ചിന്തിക്കണം എന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്നുള്ളത്. അതെ. അപ്പോൾ ഈ ഓണം നല്ലൊരു ഓണമായി മാറട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇനി വരുന്ന ഓണവും അടിപൊളി ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം നമ്മളുമായിട്ട് ഇത്രയും അധികം വിശേഷങ്ങൾ പങ്കുവച്ചതിൽ ഒരുപാട് സന്തോഷം. നന്ദി. താങ്ക് യു.